ആകാശവാണി വാർത്താ വീക്ഷണം. വിധിയെഴുത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക്. തയ്യാറാക്കിയത് സിനോവ് സത്യൻ. അവതരണം സോഫിയ ഡാനിയൽ. രാജ്യത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്ന 2024 പൊതു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. 7 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ 5 ഘട്ടം ഇതിനകം പൂർത്തിയായി. 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് മെയ് 25-നാണ്. ഈ ഘട്ടത്തിൽ 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആകെ 58 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡൽഹിയിൽ ആകെയുള്ള 7 സീറ്റിലും ഹരിയാനയിൽ ആകെയുള്ള 10 സീറ്റിലും ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കും. 889 സ്ഥാനാർത്ഥികളാണ് 6ാം ഘട്ടത്തിൽ അങ്കത്തട്ടിലുള്ളത്. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിലും 6ാം ഘട്ടത്തിൽ മെയ് 25-നാണ് വോട്ടെടുപ്പ്. നേരത്തെ മെയ് 7-ന് 3ാം ഘട്ടത്തിലായിരുന്നു അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സമ്പർക്ക സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട ലോജിസ്റ്റിക്സ്, ആശയവിനിമയ, പ്രകൃതിദത്ത തടസ്സങ്ങൾ കാരണം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് 6ാം ഘട്ടമായ മെയ് 25-ലേക്ക് മാറ്റുകയായിരുന്നു. ജമ്മുകശ്മീരിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയും JKPDP നേതാവുമായ മെഹബൂബ മുഫ്തി അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ ജനവിധി തേടുന്നുണ്ട്. JKNCയുടെ മിയാൻ അൽതാഫ് അഹമ്മദ് ലർവിയാണ് എതിർ സ്ഥാനാർത്ഥി. ബീഹാറിൽ 8 മണ്ഡലങ്ങളാണ് 6ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഒഡീഷയിൽ 6, ഉത്തർപ്രദേശിൽ 14, പശ്ചിമ ബംഗാളിൽ 8, ഝാർഖണ്ഡിൽ 4 എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് നടക്കുന്ന മറ്റു മണ്ഡലങ്ങളുടെ എണ്ണം. ഡൽഹിയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് എന്നതിനാൽ തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതും വലിയ തോതിൽ ചർച്ചയായി. പൊതു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാർച്ച് 21-നാണ് കെജ്രിവാളിനെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. BJPക്ക് അനുകൂലമായി കാര്യങ്ങൾ നീക്കുന്നതിനുള്ള അവസരമൊരുക്കാനാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് കെജ്രിവാൾ ആരോപിച്ചിരുന്നു. പ്രതിപക്ഷത്തെ തകർക്കാനുള്ള ആയുധമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസിയെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഉദാഹരണമാണിതെന്നും അദ്ദേഹം വാദിച്ചു. തിഹാർ ജയിലിലായിരുന്ന കെജ്രിവാൾ മെയ് 10-നാണ് ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ജൂൺ 1-നാണ് അദ്ദേഹത്തിന്റെ ജാമ്യ കാലാവധി അവസാനിക്കുന്നത്. ജയിലിലേക്ക് മടങ്ങിപ്പോകാൻ ഭയമോ ആശങ്കയോ ഇല്ലെന്നും രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ജയിൽവാസമെന്നും കെജ്രിവാൾ പറഞ്ഞു. അതേസമയം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടുന്ന INDIA മുന്നണി വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്ന ആരോപണമാണ് പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഉന്നയിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ പേരെടുത്തു വിമർശിച്ച മോദി അദ്ദേഹത്തിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയിൽ പങ്കുണ്ടെന്നും ആരോപിച്ചു. അഴിമതിയിൽ മുങ്ങിയ ഒരു പാർട്ടി മറ്റൊന്നിന് കുട പിടിക്കുന്നുവെന്നും കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും സൂചിപ്പിച്ച് നരേന്ദ്രമോദി പരാമർശിച്ചു. മോദി അടുത്ത പ്രധാനമന്ത്രിയാകില്ലെന്നും മറ്റൊരാളെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് BJP പരിഗണിക്കുന്നതെന്നുമുള്ള പ്രചാരണം കഴിഞ്ഞ ദിവസം കെജ്രിവാൾ പക്ഷത്തു നിന്ന് ഉയർന്നിരുന്നു. എന്നാൽ തന്റെ പിൻഗാമിയെക്കുറിച്ചുള്ള കെജ്രിവാളിന്റെ പരാമർശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞു. ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലാണ് അവസാന ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നത് INDIA മുന്നണിക്ക് ഊർജം പകരുന്ന ഘടകമാണ്. BJPക്കായി കരുത്തരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ പ്രചാരണ രംഗത്ത് ശക്തമായി നിലയുറപ്പിക്കുമ്പോൾ കെജ്രിവാളിന് പുറമെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുടങ്ങിയവർ INDIA മുന്നണിയുടെ ശക്തരായ വക്താക്കളായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായിരുന്ന അന്തരിച്ച സുഷമ സ്വരാജിന്റെ മകൾ ബാംസുരി സ്വരാജ് മത്സരിക്കുന്ന ന്യൂഡൽഹി മണ്ഡലമാണ് ഡൽഹിയിലെ ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്ന്. കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിയെ ഒഴിവാക്കിയാണ് ഇക്കുറി ബാംസുരി സ്വരാജിന് BJP ന്യൂഡൽഹിയിൽ സീറ്റ് നൽകിയത്. ആം ആദ്മി പാർട്ടിയുടെ സോമനാഥ് ഭാരതിയാണ് എതിർ സ്ഥാനാർത്ഥി. CPIയുടെ യുവ നേതാവായി രാജ്യവ്യാപക ശ്രദ്ധ നേടി പിന്നീട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ കനയ്യ കുമാറും 6ാം ഘട്ടത്തിൽ ഡൽഹിയിലെ പ്രമുഖ സ്ഥാനാർത്ഥിയാണ്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ BJPയുടെ മനോജ് തിവാരിയാണ് കനയ്യകുമാറിന്റെ എതിരാളി. ബീഹാറിൽ പൂർവി ചമ്പാരൻ മണ്ഡലമാണ് താരമണ്ഡലം. 1ാം നരേന്ദ്രമോദി സർക്കാരിൽ കൃഷിമന്ത്രിയായിരുന്ന രാധാമോഹൻ സിംഗാണ് ഇവിടെ BJPക്കായി കളത്തിലിറങ്ങുന്നത്. വികാസ് ഷീൽ ഇൻസാൻ പാർട്ടിയിലെ രാജേഷ് കുമാർ കുഷ്വാഹയാണ് എതിർ സ്ഥാനാർത്ഥി. ഉത്തർപ്രദേശിൽ
ആറാം ഘട്ടത്തിലെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നാണ് മേനകാ ഗാന്ധി മത്സരിക്കുന്ന സുൽത്താൻപൂർ. സമാജ്വാദി പാർട്ടിയുടെ രാംഭുവൽ നിഷാന്താണ് മേനകയുടെ എതിരാളി. ഹരിയാനയിൽ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ ലാൽ ഖട്ടർ കർണാൽ മണ്ഡലത്തിലും വ്യവസായിയായ നവീൻ ജിൻദാൽ കുരുക്ഷേത്രയിലും BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു. യഥാക്രമം കോൺഗ്രസിലെ ദിവ്യാൻശു ബുദ്ധിരാജയും ആം ആദ്മി പാർട്ടിയിലെ സുശീൽ ഗുപ്തയുമാണ് എതിരാളികൾ. നവീൻ ജിൻദാലിനെതിരെ മത്സരിക്കുന്ന സുശീൽ ഗുപ്തയും വ്യവസായിയാണെന്ന പ്രത്യേകതയുമുണ്ട്. ചലച്ചിത്ര താരമായിരുന്ന കോൺഗ്രസ് നേതാവ് രാജ് ബബ്ബറാണ് ഹരിയാനയിലെ മറ്റൊരു പ്രമുഖ സ്ഥാനാർത്ഥി. ഗുരുഗ്രാമിലാണ് രാജ് ബബ്ബർ മത്സരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രിയും നിലവിലെ MP-യുമായ റാവു ഇന്ദ്രജിത് സിംഗ് BJPക്ക് വേണ്ടിയും ഗുരുഗ്രാമിൽ പോരിനിറങ്ങുന്നു. ഒഡീഷയിൽ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലം BJPയുടെ മുഖമായ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മത്സരിക്കുന്ന സംബൽപൂർ മണ്ഡലമാണ്. BJDയുടെ പ്രണബ് പ്രകാശ് ദാസാണ് പ്രധാനെ എതിരിടുന്നത്. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന പ്രസംഗങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പ്രമുഖ കക്ഷികളായ BJPയോടും കോൺഗ്രസിനോടും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ് തുടങ്ങിയ BJP നേതാക്കൾ വ്യാപകമായി വിദ്വേഷ പ്രചാരണം നടത്തുന്നതിനെതിരായ പരാതികളിലാണ് പ്രതികരണം. വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ പരാതിയിൽ BJP അധ്യക്ഷൻ JP നഡ്ഡയോട് നേരത്തെ കമ്മീഷൻ വിശദീകരണം തേടിയിരുന്നു. ഇതിന്റെ തുടർ നടപടിയെന്നോണം നഡ്ഡയ്ക്ക് അയച്ച നോട്ടീസിലാണ് സമൂഹത്തെ ഭിന്നിപ്പിക്കരുതെന്ന നിർദ്ദേശമുള്ളത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനെതിരായ പരാതിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവസാന 2 ഘട്ടങ്ങളിലായി 115 മണ്ഡലങ്ങളിൽ മാത്രം പോളിംഗ് ശേഷിക്കവെയാണ് കമ്മീഷൻ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയത്. ജാതി, മതം, സമുദായം, ഭാഷ എന്നിവ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതിയെ തെരഞ്ഞെടുപ്പിന് ഇരയാക്കരുതെന്നും താരപ്രചാരകരെ നിയന്ത്രിക്കണമെന്നും BJP കോൺഗ്രസ് അധ്യക്ഷന്മാർക്ക് കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തിലുണ്ട്. ഏപ്രിൽ 19 ആരംഭിച്ച വോട്ടെടുപ്പ് ഏപ്രിൽ 26, മെയ് 7, മെയ് 13, മെയ് 20 ദിവസങ്ങളിലായാണ് 5 ഘട്ടങ്ങൾ പിന്നിട്ടത്. മെയ് 20 നടന്ന 5ാം ഘട്ടത്തിലെ പോളിംഗ് കണക്കുകൾ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. 5ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന 49 ലോക്സഭാ മണ്ഡലങ്ങളിലായി ആകെ 62.2% പോളിംഗ്. 61.48% പുരുഷന്മാരും 63% സ്ത്രീകളും 21.96% ട്രാൻസ്ജെൻഡർമാരും 5ാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി. മെയ് 25 6ാം ഘട്ടത്തിനു പിന്നാലെ അവസാന ഘട്ടമായ 7ാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് ജൂൺ 1 നടക്കും. 904 സ്ഥാനാർത്ഥികൾ 7ാം ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട്. 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമുള്ള 57 ലോക്സഭാ മണ്ഡലങ്ങളാണ് അവസാന ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുക. ഉത്തർപ്രദേശിലും പഞ്ചാബിലും 13 വീതം, പശ്ചിമ ബംഗാളിൽ 9, ബീഹാറിൽ 8, ഒഡീഷയിൽ 6, ഹിമാചൽ പ്രദേശിൽ 4, ഝാർഖണ്ഡിൽ 3, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിൽ 1 എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ. 7ാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം ജൂൺ 4 ഫലപ്രഖ്യാപനം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. വിധിയെഴുത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക്.